ഹായ് ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എന്താണ് പഠിച്ചത്, എന്താണ് ഹയർ ഹൈ, എന്താണ് ഹയർ ലോ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആൻഡ് ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ് നമ്മൾ നോക്കാൻ പോണത്. അത് ഓൾറെഡി നിങ്ങൾക്ക് അറിയായിരിക്കും. നിങ്ങൾ ഇത് SMC എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പലതും കണ്ടിട്ടുള്ള സാധനമായിരിക്കും, BOSും അതുപോലെ തന്നെ CHും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനായിട്ട് പോണത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ചാർട്ടിലേക്ക് കയറിയേക്കാം. ചാർട്ടിലേക്ക് കയറുമ്പോൾ നമുക്ക് ജസ്റ്റ് ഞാനിവിടെ ഒരു ഗോൾഡിൻ്റെ ചാർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓർമ്മ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ എന്തായാലും ഒരു 4 ഹവറിലേക്ക് ജസ്റ്റ് ഒന്ന് മാറിയേക്കാം. ഓക്കെ, ഇതിന് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ആക്കാം കേട്ടോ, ക്ലീൻ ആയിട്ടിരുന്നോട്ടെ. അപ്പോൾ ഇപ്പോൾ ഇവിടെ ആയിട്ട് നിങ്ങൾക്കിപ്പോൾ ഫൈൻഡ് ചെയ്യാൻ എളുപ്പത്തിന് ഈ ഒരു ഏരിയ കാണിച്ചു തരാം. ഈ ഒരു ഏരിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, മാർക്കറ്റ് ഒരു ഡൗൺവേർഡ്സ് പോയതിന് ശേഷം ഒരു അപ്പ് ട്രെൻഡ് വന്നിട്ടുണ്ട്, വീണ്ടും ഒരു ഡൗൺവേർഡ് പോയിട്ടുണ്ട്, വീണ്ടും അപ്പ് ട്രെൻഡ് വന്നിട്ടുണ്ട്, ഡൗൺവേർഡ് അപ്പ് ട്രെൻഡ് വന്നിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് നോക്കിയേക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ടെക്സ്റ്റ് എടുക്കുന്നു, ഈ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുന്നു, അതിന് നമ്മൾ ഒരു ഹൈ ഇവിടെ ജസ്റ്റ് ഇപ്പോൾ നമുക്ക് ഹയർ ഹൈ എന്ന് ഇട്ട് വെച്ചേക്കാം. ഓക്കെ, ഇവിടെ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ കാരണം എന്താ, ഇവിടെയൊക്കെ ഓൾറെഡി ഒരു ഹയർ ലോ കാര്യങ്ങളുണ്ട്. ഹയർ ലോനെ ഇവിടെ ബ്രേക്ക് ചെയ്ത് ഇവിടെ മേളിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഹയർ ഹൈ ആണത്. ഓക്കെ, പിന്നെ ഹയർ ഹൈ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലോ ഉണ്ടാവും. ആ ലോനെ പറയണത് എന്താണ്, ഒരു ലോവർ ലോ എന്നായിരിക്കും നമുക്ക് പറയാം. അല്ല സോറി, അതെ, ലോവർ ലോനെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ലോവർ ലോ എടുത്ത് നോക്കാം. കാരണം ലോവർ ലോ എടുത്ത് നോക്കാൻ കാരണം എന്താ, ഇവിടെ ഓൾറെഡി നമുക്കൊരു ഹയർ ലോ ഇവിടെ ക്രിയേറ്റ് ആണ്. ഇവിടെ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഈ ഹയർ ലോനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് താഴേക്ക് പോയിട്ടുണ്ട്, അതുകൊണ്ട് ഈ ഒരു ഏരിയനെ പറയണം എന്താണ്, ലോവർ ലോ. ഓക്കെ, ഇത്രയും ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ കണ്ട പോലെ തന്നെ ഒരു ഹയർ ലോയും വന്നു, അതിനുശേഷം ഒരു ഹയർ ഹൈയും വന്നു, പിന്നെ വീണ്ടും താഴേക്ക് ഒരു ലോവർ ലോയും കൂടി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബാലൻസ് ഇന്ന് മൊത്തം നമ്മൾ ചാർട്ട് ഒന്ന് അനലൈസ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമാവാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ മാർക്കറ്റ് ഇതാ ഒരു മേളിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലോവർ ലോക്ക് ശേഷം തന്നെ ഒരു ഹൈനെ പറയണ വേറെന്താണ്. ഓക്കെ, നിങ്ങളെല്ലാവരും മനസ്സിൽ വിചാരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഒരു ലോവർ ഹൈ ആയിരിക്കും. ഓക്കെ, കാരണം അതൊരു ഡൗൺ ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ലോവർ ഹൈ, അതിനുശേഷം വീണ്ടും നമുക്ക് ഒരു ലോവർ ലോ ഇവിടെ ക്രിയേറ്റ് ആവും. ഓക്കെ, ഈ ഒരു ഏരിയ നമുക്ക് ലോവർ ലോ ആയിട്ട് എടുക്കാം. ഇത് ജസ്റ്റ് വന്നിട്ട് പിന്നെ അതിനേക്കാളും താഴെ ഇത് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ നിന്ന് വേറൊരു ഹൈ. പക്ഷേ ഈ ഒരു ഹൈയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലോവർ ഹൈ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇവിടെ മേളിലേക്ക് പോയേക്കാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് പോയതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഇതിനെ ലോവർ ഹൈ എന്ന് വിളിക്കാനായിട്ട് പറ്റുമോ? ഇല്ല, ഇത് ഒരു ഹയർ ഹൈ ആയിട്ട് മാറുകയാണ്. ഓക്കെ, വീണ്ടും ഇതാ ഈ ഹയർ ഹൈ താഴേക്ക് പോയിട്ടുണ്ട്. താഴേക്ക് പോകുമ്പോൾ നമുക്ക് അതിനെ വീണ്ടും ഒരു ലോവർ ലോ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഇവിടെ ഒരു അപ്പ് ട്രെൻഡും കാര്യങ്ങളാണ് വരാൻ പോണത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ റീക്യാപ്പാണ്. ഓക്കെ, ഇനിയാണ് നമ്മൾ എന്താണ് BOസും അതുപോലെ തന്നെ എന്താണ് CHും കാര്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോണത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഡിലീറ്റ് ആക്കിയേക്കാം. ഓക്കെ, ഇനി ഇവിടുന്ന് നമുക്ക് ചാർട്ട് അനലൈസ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ഇവിടെ നമുക്കൊരു ടെക്സ്റ്റ് എടുക്കാം. ഇവിടെ നമുക്കൊരു ലോവർ ലോ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ വേണ്ട ഒരു ഹൈ, ജസ്റ്റ് ഒരു ഹൈ എന്ന് മാത്രം ഇട്ടേക്കാം. ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു ഹൈ. ഓക്കെ, ഹൈ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇവിടുന്ന് പിന്നെ പൊങ്ങി ഇവിടെയാണ് അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ ഒരു ഹയർ ഹൈ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഒരു ഡൗൺ ഫോൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്കൊരു ഹയർ ലോ ആയിട്ട് എടുക്കാം. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഇതൊരു ലോ ആയിട്ട് ഞാൻ തൽക്കാലം എടുക്കുന്നില്ല, കാരണം ഇവിടെ ഓൾറെഡി ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ബിൽഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ ഒരു ഹയർ ലോ നമുക്ക് ഇവിടെ എടുക്കാം. ഓക്കെ, അപ്പോൾ ഹയർ ഹൈ ആൻഡ് ഹയർ ലോ, വീണ്ടും ഇതാ ഇവിടെ ഒരു ഹയർ ഹൈ. ഇനി ഇവിടെ നമ്മൾ ഇതിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും ചേഞ്ച് ഓഫ് ക്യാരക്ടറും എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു ഹയർ ഹൈനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് വേറൊരു ഹയർ ഹൈ വരാണെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ചാർട്ടിൽ കാണണമല്ലോ,
ഇപ്പോൾ ഈ ഒരു ഹയർ ഹൈനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇതാണല്ലോ ഈ ഹയർ ഹൈയുടെ പോയിന്റ്, അതിനെ സ്ട്രെയിറ്റിൽ വെക്കുകയാണെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് മേളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹൈ, ഈ ഇതുപോലത്തെ ബ്രേക്കിനെ പറയണ പേരാണ്. എന്ന് വെച്ചാൽ സെയിം ട്രെൻഡ്, ഇതൊരു അപ്പ് ട്രെൻഡ് ആണല്ലോ, അപ്പ് ട്രെൻഡിൽ തന്നെ വന്നൊരു ബ്രേക്ക് ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ ഹയർ ഹൈനെ വെട്ടിച്ച് ഹയർ ഹൈ പോണേന് പറയണ പേരാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഓക്കെ, ഇവിടെ ഞാൻ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതുമ്പോൾ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ നിങ്ങൾക്ക് അതുപോലെ സെറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ മാറ്റാനായിട്ട് പറ്റുന്നതാണ്. ഇതുപോലെ മിഡിൽ സെൻറ്റർ ഇടാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറും കാര്യങ്ങളും ഇടാം. എന്നിട്ട് ജസ്റ്റ് ടെംപ്ലേറ്റിൽ സേവ് ആസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾ എപ്പോഴും ഒരു ലൈൻ വരയ്ക്കുമ്പോൾ ഇതുപോലത്തെ ഒരു ഐക്കണും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇതുമ്പോൾ ജസ്റ്റ് ഞെക്കുക, അവിടെ വിയോസ് ഉണ്ട്, ഞാൻ CH രണ്ടാണ് ഞാൻ ടൈപ്പ് ചെയ്തിട്ടാണത്. CH ഒക്കെ ആണെങ്കിൽ അത് CH ആയിട്ട് മാറും. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്കും സെറ്റാക്കി വെക്കാം. അപ്പോൾ BOS ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനിയും ഇതുപോലെ തന്നെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാം താഴേക്ക് ഇവിടെ ഒരു പോയിന്റ് വന്നിട്ടുണ്ട്. അതിനെ പറയുന്ന പേരെന്താണ്, ഒരു ഹയർ ലോ ആണ് ഇവിടെ ക്രിയേറ്റ് ആയേക്കുന്നത്. ഓക്കെ, ഈ ഹയർ ലോ ക്രിയേറ്റ് ആകാൻ കാരണം എന്താ, ഈ ഒരു ലൈനിന് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയിട്ടില്ല. ഈ ഒരു ലൈന് ഈ കഴിഞ്ഞ സപ്പോർട്ടായിട്ട് നിൽക്കണ ഈ ഒരു ഹയർ ലോന് ബ്രേക്ക് ചെയ്ത് പോയിട്ടില്ല, അത് കറക്റ്റ് പ്രോപ്പറായിട്ടാണ് പോണത്. അതിനുശേഷം വീണ്ടും ഇത് അത്രയും പൊങ്ങിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ പൊങ്ങിയേക്കണ ഏരിയ നോക്കാം, അതും ഇതുപോലെ തന്നെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറാണ്. കാരണം എന്താ, ഇവിടെയും ഒരു ഹയർ ഹൈ ആണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അതിനുശേഷം പിന്നെ ഒരു ഡൗൺ വന്നിട്ടുണ്ട്. ഓക്കെ, അത് നോക്കണ്ട, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ നോക്കാം. ഈ ഒരു ഹയർ ഹൈ ഇവിടെ വെച്ചേക്കാം, ഇതാണ് ഹയർ ഹൈയുടെ നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വെച്ചതിന് ശേഷം വീണ്ടും ഒരു ഡൗൺവേർഡ്സ് വന്നിട്ടുണ്ട്. ഈ ഡൗൺവേർഡ്സ് ഹയർ ഹൈ കഴിഞ്ഞ് വന്ന ഡൗൺവേർഡ്സിനെ പറയുന്ന പേരാണ് ഹയർ ലോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നോക്കിയാണല്ലോ. ഇനിയാണ് നമ്മൾ ചേഞ്ച് ഓഫ് ക്യാരക്ടറും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഇപ്പം ഇവിടെ അടുത്തൊരു പോയിന്റ് വന്നിട്ടുണ്ട്. ഇതിനെ ഒരിക്കലും നമുക്ക് ഹയർ ഹൈ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ ഇവിടെ ഒരു ഹൈ ആണ് എന്നിട്ട് ക്രിയേറ്റ് ആയേക്കുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇവിടെ H ഇട്ട് വെച്ചേക്കാം. സോറി, ഇവിടെ ഒരു നോർമൽ H മാത്രം ഇട്ട് വെച്ചേക്കാണ്. കാരണം ഇത് ഹയർ ഹൈനെ ബ്രേക്ക് ചെയ്ത് പോയിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി ഇപ്പോൾ ഇവിടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഹയർ ലോ. ഈ ഹയർ ലോയിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു പോയിന്റ് പോയേക്കാണ്. അപ്പോൾ ഇത് പോയതുകൊണ്ട് ഇതിനെ പറയണ പേരാണ്, നിങ്ങൾ പറയും ബ്രേക്ക് ഓഫ് സ്ട്രക്ചറാണ്. ഓക്കെ, ഇത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചറായിട്ട് കൂട്ടാനായിട്ട് പറ്റും, പക്ഷേ ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ. കാരണം എന്താ സംഭവിച്ചാണ്, മാർക്കറ്റ് ഒരു അപ്വേർഡ്സ് ആയിട്ട് ഇങ്ങനെ മേലേക്ക് പോയേക്കാണ്. അതിനുശേഷം ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നതിന് ശേഷം എന്താ സംഭവിച്ചാണ്, മാർക്കറ്റ് ഡൗൺവേർഡ്സ് പോയേക്കാണ്. ഓക്കെ, ഇതുപോലെ തന്നെയാണ് ഈ ഒരു ഏരിയയിലും. അത് ഞാൻ ചാർട്ട് വരച്ചാണ് തരാം. ഓക്കെ, അതിന് മുമ്പ് ഇതൊന്ന് ജസ്റ്റ് എഡിറ്റ് ചെയ്തിട്ട് CH കൊടുത്തേക്കാം. ഓക്കെ, ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നെങ്കിൽ ഇത് ജസ്റ്റ് ഡിലീറ്റ് ആക്കാം. കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടി കാണിച്ചു തരാം. ഇതും ഡിലീറ്റ് ആക്കട്ടെ. ഓക്കെ, ഈ ഒരു ഹയർ ഹൈ ആയിട്ട് നിങ്ങൾ കൂട്ടിക്കോ. ഞാൻ കുറച്ച് വലുതായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഏറ്റവും ലാസ്റ്റ് വന്നേക്കുന്നത് ഈ ഒരു ഹയർ ലോ ആണല്ലോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് തന്നെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് എടുത്തു കഴിഞ്ഞാൽ, കാരണം ഒരു നല്ല സപ്പോർട്ടാണ് ഇവിടെ വന്നേക്കുന്നത്. അതിനുശേഷം ഒരു ഹയർ ഹൈ വന്നിട്ടുണ്ട്, നേരെ സ്ട്രൈക്ക് ഓഫ് അടിച്ചത് ഇവിടെ ഒന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹയർ ലോനെ ബ്രേക്ക് ചെയ്ത് പോയതുകൊണ്ട് ഇത് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് നമുക്ക് കൂട്ടാം. ഇവിടെ മാത്രമല്ല ഇവിടെയും കൂട്ടാം. ഓക്കെ, ഇനി ചേഞ്ച് ഓഫ് ക്യാരക്ടറിന് ശേഷം ഇവിടെ വന്നേക്കണ ലോ എന്താണ്, അതിനെ പറയണ പേരാണ് ലോവർ ലോ. അപ്പോൾ നമുക്ക് അതും ജസ്റ്റ് ഒന്ന് ഇട്ട് വെച്ചേക്കാം. ഓക്കെ, ഒരു ഹയർ ഹൈക്ക് ശേഷം നമ്മുടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ബ്രേക്ക് ചെയ്ത് പോയേക്കാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ലോവർ ലോ എന്ന് കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ ലോവർ ലോ വന്നതിന് ശേഷം നമുക്ക് അടുത്ത വന്നൊരു ഹമ്പ് എന്ന് പറയുന്നത് എന്താണ്, ഓക്കെ അത് തന്നെ ഒരു ലോവർ ഹൈ ആണ്. അപ്പോൾ നമുക്ക് ലോവർ ഹൈയും കൊടുത്തേക്കാം. ലോവർ ഹൈ വന്നു, അതിനുശേഷം വീണ്ടും ഇതാ ഒരു ലോവർ ലോ വന്നു. അപ്പോൾ നിങ്ങളോട് ശ്രദ്ധിച്ച് നോക്കി, ഈ ഒരു പോയിന്റിലും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ഇതുപോലെ ഈ ഒരു പോയിന്റ് നമുക്കൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അല്ലേ നോക്കിയേ. ഈ ഒരു പോയിന്റ് നമുക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അല്ലേ. നോക്കി, ഒരു ലോവർ ലോ വന്നു, വീണ്ടും ഒരു ലോവർ ഹൈ വന്നു. അതിനുശേഷം നമ്മുടെ പ്രീവിയസ് ആയിട്ടുണ്ടായ ലോവർ ലോനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് അടുത്തൊരു ലോവർ ലോ ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ അവിടെ ഒരു BOS ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അവിടെ ബിൽഡ് ആയിക്കാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. അങ്ങനെ ഇവിടെ ഒരു ലോവർ ലോയും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ വന്നേക്കണ ഒരു അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഏതാ, ഒരു ലോവർ ഹൈ ഇവിടെ ക്രിയേറ്റ് ആയിക്കാണ്. ലോവർ ഹൈ ക്രിയേറ്റ് ആയി, അതിനുശേഷം വീണ്ടും മാർക്കറ്റ് ലോവർ ലോനെ ബ്രേക്ക് ചെയ്ത് മേളിലേക്ക് പോയിട്ടില്ല. ഓക്കെ, അപ്പോൾ അവിടെ സംഭവിച്ചേക്കണം എന്താ, നേരെ റിവേഴ്സ് എടുത്ത് പോയിട്ട് ഇവിടെ ആയിട്ട് ഒരു
ചേഞ്ച് ഓഫ് ക്യാരക്ടർ CH ജനറേറ്റ് ആയേക്കാണ് എന്തേലും CH ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെയാണ് ബാലൻസും, ഇതുപോലെ തന്നെയാണ് നമ്മുടെ മാർക്കറ്റ് ഫുള്ളായിട്ട് മൂവ് ചെയ്യണത്. ഇവിടെ നിങ്ങൾക്ക് ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ വീണ്ടും ഒരു ഹയർ ഹൈ, ഇവിടെ ഒരു ലോ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇവിടെ ഒരു ജസ്റ്റ് ഒരു ലോ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വീണ്ടും ഒരു ഹയർ ഹൈ വന്നിട്ടുണ്ട്. ഓക്കെ വെയിറ്റ്, ഈ ഒരു ഏരിയ ഒരു ഹയർ ഹൈ ആയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഇവിടെ ഒരു ഹയർ ലോ ക്രിയേറ്റ് ആയിട്ടുണ്ട്. വീണ്ടും ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ആയിരിക്കണത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹയർ ഹൈക്ക് ശേഷം വീണ്ടും നമ്മുടെ ഹയർ ലോനെ ബ്രേക്ക് ചെയ്ത് പോയി അവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ബിൽഡായിട്ടുണ്ട്. ഇത് നിങ്ങൾ ചാർട്ടിൽ വരച്ച് നോക്കുക. കാരണം ഇത് നിങ്ങൾ വരച്ച് നോക്കുന്തോറും നിങ്ങളുടെ സ്കില്ല് കൂടിയാണ് വരത്തുള്ളൂ, അല്ലാണ്ട് കുറഞ്ഞെന്തായാലും വരത്തില്ല. നിങ്ങൾ ജസ്റ്റ് വീഡിയോ കണ്ടുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒന്നും നേടാനായിട്ട് പറ്റത്തില്ല. നിങ്ങളുടെ ചാർട്ട് എടുത്തിട്ട്, ഇപ്പോൾ ഗോൾഡാണ് ഞാൻ എടുത്തേക്കുന്നത്, നിങ്ങൾക്കും ഗോൾഡ് എടുക്കാം, കുറച്ചുകൂടി ബെറ്ററായിട്ട് പാറ്റേൺസ് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ വരച്ച് നോക്കാം, കംപ്ലീറ്റ് ആക്കി നോക്കാം. ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഇതുപോലെ തന്നെയാണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടും പാറ്റേൺസും കാര്യങ്ങളും ഫോമായിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് നിങ്ങളുടെ ചാർട്ടിൽ കയറാം, മാർക്ക് ചെയ്ത് നോക്കുക, അപ്പോൾ മനസ്സിലാവും. ഇതുപോലെ ഓരോ പോയിൻറ്റ്സും ഇട്ട് വെക്കുക. ഇതുപോലെ തന്നെയാണ് കേട്ടോ, നമ്മളിപ്പോൾ ഈ CH നമ്മളിവിടെ ഇതുപോലെ സെറ്റ് ആക്കിയില്ലേ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റും ഇതുപോലെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ടെംപ്ലേറ്റ്സിൽ സേവ് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു ടെക്സ്റ്റ് ഇവിടെ അടിക്കുകയാണെങ്കിൽ ഇതുമ്പോൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഹയർ ഹൈ ആണെങ്കിൽ ഹയർ ഹൈ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹയർ ലോ ആണെങ്കിൽ അതുമ്പോൾ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് വരുന്നതാണ്. ഇത്ര ഈസി ആയിട്ട് സാധനം റെഡിയാവും. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് എന്തായാലും നല്ലൊരു അടുത്ത എപ്പിസോഡായിട്ട് വരാം. കുറച്ചും കൂടി കാര്യങ്ങൾ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം.